ജീവൻ മുക്തി വിവേകം മനോനാശപ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. ചിത്തത്തിൻ്റെ 5 അവസ്ഥകൾ. ചിത്തനാശ ഉപായങ്ങളാണ് മേൽ വിവരിച്ച അധ്യാത്മവിദ്യ, സാധുസംഗമം, വാസനാക്ഷയം, പ്രാണനിരോധം എന്നിവ. ഇനി ചിത്തനാശത്തെ പ്രയോജനവത്താക്കി തീർക്കുന്ന സമാധിയെക്കുറിച്ച് വിവരിക്കാം. അതിനു മുമ്പ് ചിത്തത്തിൻ്റെ 5 അവസ്ഥകളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ അവസ്ഥകളെക്കുറിച്ച് യോഗഭാഷ്യകാരൻ വിവരിച്ചിട്ടുണ്ട്. ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം ഇവയാണ് ചിത്തത്തിൻ്റെ 5 അവസ്ഥകൾ. ഇവയിൽ ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം എന്ന ആദ്യത്തെ 3 അവസ്ഥകളെയും ഉപേക്ഷിച്ചിട്ട് ഏകാഗ്രം, നിരുദ്ധം എന്ന ഒടുവിലത്തെ 2 അവസ്ഥകളെയും അംഗീകരിക്കുന്നതാണ് സമാധി. രജോ ഗുണത്തിൻ്റെ ആധിക്യത്തിലാണ് ചിത്തം ക്ഷിപ്താവസ്ഥയെ പ്രാപിക്കുന്നത്. ദംഭം, ദർപ്പം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം തുടങ്ങിയ ആസുര സമ്പത്തുകളിലും ലോകവാസന, ശാസ്ത്രവാസന, ദേഹവാസന തുടങ്ങിയ വാസനകളിലും കുടുങ്ങി സദാ ലോകവിഷയങ്ങളിൽ മാറി മാറി ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തമാണ് ക്ഷിപ്തം. തമോ ഗുണപ്രധാനമായ ചിത്തമാണ് മൂഢം. അലസതയും ഉറക്കവുമാണ് മൂഢചിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ. രജസ്സും തമസ്സും കൂടിക്കലർന്ന സത്വമാണ് വിക്ഷിപ്ത ചിത്തത്തിന് കാരണം. ചിലപ്പോഴൊക്കെ ധ്യാനനിഷ്ഠയിൽ ഉറയ്ക്കും, എന്നാൽ മറ്റു ചിലപ്പോൾ വിഷയങ്ങളിൽ ചലിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് വിക്ഷിപ്ത ചിത്തസ്ഥിതി. രജസ് തമസ്സുകൾ പാടെ അകന്ന് ശുദ്ധ സത്വപ്രകാശം കൊണ്ട് നിറയുന്ന ചിത്തമാണ് ഏകാഗ്രം. വൃത്തികളെല്ലാം ഒടുങ്ങി സത്യസ്വരൂപമായി സ്ഥിതി ചെയ്യുന്ന ചിത്തമാണ് നിരുദ്ധം. ഈ 5 അവസ്ഥകളിൽ ക്ഷിപ്തം, മൂഢം എന്ന ആദ്യത്തെ 2 അവസ്ഥകളിലും സമാധി അനുഭവത്തിൻ്റെ ശങ്ക പോലും ഉദിക്കുന്നില്ല. വിക്ഷിപ്താവസ്ഥയിൽ ചിലപ്പോൾ ധ്യാനനിഷ്ഠമായി സമാധിയുടെ സമീപത്ത് എത്തുന്നുണ്ടെങ്കിലും തുടർന്ന് വിഷയചലനം കൊണ്ട് അവശമായി തീരുന്നതിനാൽ ഇതിനെ യോഗമെന്ന് വിളിക്കാറില്ല. തീയിൽ വീണ വിത്തുപോലെ വിഷയവിക്ഷേപം കൊണ്ട് ആ ധ്യാനനിഷ്ഠ നഷ്ടമായി തീരുന്നു. ഏകാഗ്രം, നിരുദ്ധം എന്ന ഒടുവിലത്തെ 2 അവസ്ഥകളാണ് സമാധി എന്നറിയപ്പെടുന്നത്. സമാധി വിശകലനം. ഏകാഗ്ര ചിത്തത്തിലും നിരുദ്ധ ചിത്തത്തിലുമാണ് സമാധി സംജാതമാകുന്നത്. ഏകാഗ്ര ചിത്ത സമാധിയെ സംപ്രജ്ഞാത യോഗമെന്നും നിരുദ്ധ ചിത്ത സമാധിയെ അസംപ്രജ്ഞാത യോഗമെന്നുമാണ് പതഞ്ജലി വിളിക്കുന്നത്. ഏകാഗ്രപ്പെട്ട ചിത്തത്തിൽ സത്യവസ്തു വ്യക്തമായി തെളിയുന്നു. ക്ലേശങ്ങൾ പൂർണ്ണമായി ക്ഷയിക്കുന്നു. കർമ്മബന്ധങ്ങൾ ശിഥിലമാകുന്നു. ചിത്തം സമ്പൂർണ്ണ ശമനത്തിന് വെമ്പൽ കൊള്ളുന്നു. ഇതാണ് സംപ്രജ്ഞാത സമാധി. സത്യവസ്തുവിൽ നിന്നുമുള്ള ചിത്തത്തിൻ്റെ വേർതിരിഞ്ഞ സ്ഥിതി നിശ്ശേഷം നിലച്ച് ചിത്തവൃത്തികളെല്ലാം അടങ്ങുന്നതാണ് അസംപ്രജ്ഞാത സമാധി. ഇതിൽ സംപ്രജ്ഞാത സമാധി സ്ഥാനമായ ഏകാഗ്രതയെ പതഞ്ജലി ഇങ്ങനെ വിവരിക്കുന്നു. ശാന്തോദിതൗ തുല്യ പ്രത്യയൗ ചിത്തസ്യൈകാഗ്രതാ പരിണാമഃ. ശാന്തമെന്നതിന് കടന്നുപോയത് എന്നർത്ഥം. ഉദിതം നിലവിലുള്ളത്. പ്രത്യയം എന്നതിന് ചിത്തവൃത്തി എന്നാണ് താൽപ്പര്യം. കടന്നുപോയ ചിത്തവൃത്തി ഏതു പദാർത്ഥത്തെയാണോ അവലംബിച്ചത്, നിലവിലുള്ള ചിത്തവൃത്തിയും അതേ പദാർത്ഥത്തെ തന്നെ ഗ്രഹിക്കുകയാണെങ്കിൽ ഇവ രണ്ടും തുല്യമായി ഭവിക്കുന്നു. ചിത്തം ഈ നിലയിൽ എത്തിച്ചേരുന്നതാണ് ഏകാഗ്രത. ഇടതടവില്ലാതെ ഒരേ വസ്തുവിനെ അവലംബമാക്കുന്ന ചിത്തവൃത്തി പ്രവാഹമാണ് ഏകാഗ്രതയെന്ന് ചുരുക്കം. ഏകാഗ്രത ശക്തിപ്പെട്ട് ചിത്തം സമാധിയോടടുക്കുന്നുണ്ടോ എന്നത് തിരിച്ചറിയാനുള്ള ലക്ഷണവും
പതഞ്ജലി വെളിപ്പെടുത്തിയിട്ടുണ്ട്. സർവാർത്ഥതൈകാഗ്രതയോ ക്ഷയോദയോ ചിത്തസ്യ സമാധി പരിണാമഃ. രജോ ഗുണത്തിൽപ്പെട്ട് ചലിക്കുന്ന ചിത്തം ഒരിടത്തും ഒതുങ്ങി നിൽക്കാതെ സദാ വേണ്ടതും വേണ്ടാത്തതുമൊക്കെ മാറി മാറി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ചിത്തത്തിൻ്റെ സർവാർത്ഥത. ഈ രജോ ഗുണത്തെ നിരോധിക്കാനായി യോഗി മനനധ്യാനാദി പ്രയത്നങ്ങൾ ആരംഭിക്കുന്നു. അത്തരം പ്രയത്നം കൊണ്ട് ചിത്തത്തിൻ്റെ സർവാർത്ഥത ദിവസം തോറും ക്രമേണ കുറഞ്ഞു വരും, ഏകാഗ്രത കൂടിയും വരും. ചിത്തം ഇങ്ങനെ പരിണമിക്കുന്നതാണ് സമാധി എന്നറിയപ്പെടുന്നത്. 8 അംഗങ്ങളോട് കൂടിയതാണ് ഈ സമാധി. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇവയാണ് 8 അംഗങ്ങൾ. ഇവയിൽ ആദ്യത്തെ 5 എണ്ണം സമാധിക്ക് പുറത്തുനിന്ന് അതിനെ സഹായിക്കുന്നവയായതുകൊണ്ട് അവ ബഹിരംഗങ്ങളാണ്. ഒടുവിലത്തെ 3 എണ്ണം ധാരണ, ധ്യാനം, സമാധി സമാധിക്ക് ഉള്ളിൽപ്പെട്ടവയായതുകൊണ്ട് അവ അന്തരംഗങ്ങളെന്നും കരുതപ്പെടുന്നു. ബഹിരംഗ വിശകലനം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം എന്നീ 5 എണ്ണമാണല്ലോ ബഹിരംഗങ്ങൾ. ഇവയിൽ യമങ്ങളെ പതഞ്ജലി ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. അഹിംസാ സത്യാസ്തേയ ബ്രഹ്മചര്യ പരിഗ്രഹാഃ യമാഃ. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം ഇവയാണ് യമങ്ങൾ. ഹിംസാദി നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും യോഗി മനസ്സിനെ പിന്തിരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് യമങ്ങളെന്ന് പേർ സിദ്ധിച്ചത്. അസ്തേയം എന്നാൽ അന്യൻ്റെ മുതൽ കവരാതിരിക്കുക എന്നാണ് അർത്ഥം. യമിക്കുക എന്ന് വെച്ചാൽ പിടിച്ചു നിർത്തി പിന്തിരിപ്പിക്കുക. യമിക്കുന്നത് യമം എന്നാണ് യമശബ്ദാർത്ഥം. നിയമങ്ങളെയും പതഞ്ജലി ഇങ്ങനെ വിവരിക്കുന്നു. ശൗച സന്തോഷ തപസ്വാധ്യായേശ്വര പ്രണിധാനാനി നിയമാഃ. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം എന്നിവയാണ് നിയമങ്ങൾ. ജന്മമരണഹേതുവായ കാമ്യകർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് മനസ്സിനെ മോക്ഷഹേതുവായ നിഷ്കാമകർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് നിയമങ്ങളെന്ന് പേർ ലഭിച്ചത്. നിയമിക്കുക എന്നതിന് പ്രേരിപ്പിക്കുക എന്ന് താൽപ്പര്യം. നിയമിക്കുന്നവയാണ് നിയമങ്ങൾ. യമനിയമങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ചില പ്രത്യേകതകളുണ്ട്. ഒരു സത്യാന്വേഷി സദാ യമ അനുഷ്ഠാനത്തിൽ ഉറപ്പുള്ളവനായിരിക്കണം. നിയമങ്ങളും അനുഷ്ഠിക്കേണ്ടവ തന്നെ. എന്നാൽ യമങ്ങൾ കൈവെടിഞ്ഞുള്ള കേവല നിയമാനുഷ്ഠാനം പതന കാരണമായി ഭവിക്കുന്നു. പതതി നിയമവാൻ യമേഷ്വസക്തോ നതു യമവാൻ നിയമാലസോവസീദേത് ഇതി യമനിയമൗ സമീക്ഷ്യ ബുദ്ധ്വാ യമബഹുലേഷ്വനുസംദധീത ബുദ്ധിം. യമങ്ങളിൽ കാര്യമായി ശ്രദ്ധിക്കാതെ നിയമതൽപരനായി മാത്രം കഴിയുന്നയാൾ പതിക്കാൻ ഇടവരുന്നു. നേരെ മറിച്ച് യമാനുഷ്ഠാനത്തിൽ ഉറപ്പുള്ള നിയമങ്ങളിൽ കുറേയൊക്കെ ഉദാസീനനായി ഭവിച്ചാലും വലിയ ദോഷമൊന്നും വരാനില്ല. യമനിയമങ്ങളെ ഈ രീതിയിൽ വ്യക്തമായി ധരിച്ച് ഒരു സത്യാന്വേഷി കൂടുതലും യമാനുഷ്ഠാന തത്പരനായി ഭവിക്കേണ്ടതാണ്. യമനിയമാനുഷ്ഠാനം കൊണ്ടുള്ള ഫലങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അഹിംസാ പരിശീലനം നല്ലപോലെ ഉറച്ച യോഗിയുടെ അടുക്കൽ ജന്മവൈരികളായ പശു, കടുവ, പാമ്പ്, കീരി, എലി, പൂച്ച തുടങ്ങിയ ശത്രുക്കൾ പോലും പരസ്പര വിരോധമുപേക്ഷിച്ച് ശാന്തരായി വർത്തിക്കും. സത്യനിഷ്ഠ ഉറച്ച യോഗിയുടെ വെറും വാക്കുകൊണ്ട് തന്നെ സ്വർഗാദി ഫലമെന്തും ഒരാൾക്ക് ലഭ്യമായി തീരുന്നതാണ്. അന്യൻ്റെ മുതലിൽ ലേശവും കൊതിയില്ലാതെ അസ്തേയം വശമായ യോഗിയുടെ മുമ്പിൽ ദിവ്യരത്നങ്ങൾ പോലും സ്വയം ഉപസ്ഥിതങ്ങളായി തീരുന്നു.
ഓജസ് എന്നറിയപ്പെടുന്ന വീര്യത്തിൻ്റെ നാശം തടയുകയാണല്ലോ ബ്രഹ്മചര്യം. വീര്യം നശിക്കാതെ സ്വായത്തമായാൽ അതിശയകരമായ സാമർഥ്യം വന്നുചേരും. ദേഹത്തെ നിലനിർത്താൻ ആവശ്യമുള്ളതിൽ കവിഞ്ഞൊന്നും ആരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുന്നതാണ് അപരിഗ്രഹം. ഈ അപരിഗ്രഹം ഉറച്ചാൽ പൂർവജന്മത്തിൽ താൻ ആയിരുന്നു, എങ്ങനെ ജീവിച്ചു, എന്തൊക്കെ ചെയ്തു എന്നെല്ലാം വ്യക്തമായി തെളിഞ്ഞു കിട്ടുന്നതാണ്. അതോടെ ജനന മരണാദി ഭയവും ഒടുങ്ങും. സ്നാനാദി കൊണ്ടുള്ള ബാഹ്യദേഹശുദ്ധിയും മൈത്ര്യാദി കൊണ്ടുള്ള ആന്തരദേഹശുദ്ധിയുമാണ് ശൗചം. ശൗചം ആചരിക്കുന്ന യോഗിക്ക് തൻ്റെ ദേഹത്തെ സദാ ശുദ്ധമാക്കി വയ്ക്കുവാൻ സാധ്യമല്ലെന്ന് ബോധ്യമാകും. അതോടെ ദേഹത്തോടുള്ള മമത കുറയും. തുടർന്ന് അന്യദേഹങ്ങളുമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹവും നഷ്ടമായിത്തീരും. അന്തഃശൗചം കൊണ്ട് അസൂയ, ഈർഷ്യ തുടങ്ങിയ മലങ്ങളകന്ന് ബുദ്ധി തെളിയും. സത്വഗുണം വർദ്ധിച്ച് സൗമനസ്യം വന്നുചേരും. മനസ്സ് ഏകാഗ്രമാകും. ഇന്ദ്രിയങ്ങൾ വശത്താകും. തുടർന്ന് അന്തഃകരണം ആത്മസാക്ഷാത്കാരത്തിന് കഴിവുള്ളതായി ഭവിക്കും. സന്തോഷം അഭ്യസിക്കുന്നതുകൊണ്ട് സത്വഗുണം വളർന്ന് നിരതിശയ സുഖം ലഭ്യമായിത്തീരുന്നു. തത്ഫലമായി വിഷയസുഖങ്ങൾ വിഷം പോലെ പ്രതിനിവൃത്തങ്ങളുമാകുന്നു. ക്ലേശസഹനവും ഏകാഗ്രതാഭ്യാസവുമാണ് തപസ്. തപസ്സിൻ്റെ ഫലമായി പാപം ക്ഷയിച്ച് ശരീരത്തിന് അണിമാതി സിദ്ധികളും ഇന്ദ്രിയങ്ങൾക്ക് സൂക്ഷ്മവസ്തു ഗ്രഹണ സാമർഥ്യവും വന്നുചേരുന്നു. മന്ത്രജപാതി സ്വാധ്യായം കൊണ്ടും ഇഷ്ടദേവതാ സാക്ഷാത്കാരം സാധ്യമായിത്തീരുന്നു. സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുന്നതാണ് ഈശ്വരപ്രണിധാനം. ഈശ്വരപ്രണിധാനം അന്തഃകരണത്തെ ശീതളമാക്കി സമാധി അനുഭവത്തിന് യോഗ്യമാക്കി തീർക്കുന്നു. ആസനവും പ്രാണായാമവും നേരത്തെ പ്രതിപാദിച്ചു കഴിഞ്ഞുവല്ലോ. പ്രത്യാഹാരം എന്താണെന്ന് പതഞ്ജലി ഇങ്ങനെ വിവരിക്കുന്നു. സ്വസ്വവിഷയാസംപ്രയോഗേ ചിത്തസ്വരൂപാനുകാര ഇവേന്ദ്രിയാണാം പ്രത്യാഹാര. ഇന്ദ്രിയങ്ങൾ ശബ്ദസ്പർശാദി സ്വസ്വവിഷയങ്ങളിൽ നിന്നും പിന്തിരിക്കപ്പെട്ടു. അനന്തരം അവ ചിത്തത്തെ അനുകരിച്ച് ധ്യാനത്തിനാസ്പദമായ ആത്മവസ്തുവുമായി താദാത്മ്യപ്പെടാൻ തുടങ്ങുന്നതാണ് പ്രത്യാഹാരം. അമൃതനാഥോ ഉപനിഷത്ത് പ്രത്യാഹാരത്തെ ഇങ്ങനെ വിവരിക്കുന്നു. ശബ്ദാദിവിഷയാൻ പഞ്ച മനശ്ചൈവാതി ചഞ്ചലം ചിന്തയേതാത്മനോ രശ്മീൻ പ്രത്യാഹാരസ്സ ഉച്യതേ. അന്തരംഗ വിശകലനം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.